റീ റിലീസ് ചിത്രങ്ങളിൽ രാജാവായി മാറുകയാണ് രാവണപ്രഭു. ഈയൊരു തിങ്കളാഴ്ചയും സിനിമയ്ക്ക് ഗംഭീര തിരക്ക്. മോർണിംഗിൽ തന്നെ ഷോകൾ തുടങ്ങുന്നു, അത് തന്നെ തിരക്ക്. അഡ്വാൻസ് സെയിലിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. ആദ്യ 3 ദിനങ്ങൾ കൊണ്ട് തന്നെ 2,80,00,000 രൂപ കടന്ന സിനിമ ഇതാ 3 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഒരു വർക്കിംഗ് ഡേയിലും മികച്ച രീതിയിലുള്ള തിരക്ക്. റീ റിലീസ് ചിത്രമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, മോഹൻലാലിൻ്റെതായി വന്ന 4ഓളം റീ റിലീസ് ചിത്രങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ ഈ സിനിമ എല്ലാ റെക്കോർഡുകളും തകർത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ചോട്ടാ മുംബൈ എന്ന ചിത്രം 4,31,00,000 രൂപ ഫൈനൽ കളക്ഷൻ നേടിയപ്പോൾ മണിച്ചിത്രത്താഴ് നേടിയത് 4,64,00,000 രൂപയോളമാണ്. സ്ഫടികം നേടിയത് 4,94,00,000 രൂപയാണെങ്കിൽ ദേവദൂതൻ അന്നത്തെ വമ്പൻ പരാജയ ചിത്രം നേടിയത് 5,40,00,000 രൂപയാണ്. ഇന്ന് ഈ ഒരു സിനിമ വെറും 3 ദിവസം കൊണ്ട് തന്നെ 2,80,00,000 രൂപയും കടന്ന് 4-ാം ദിനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ 3 കോടിയും കടന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയാണ്. തീർച്ചയായും ഈ സിനിമ 7 കോടി ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. അതുതന്നെയാണ് മോഹൻലാൽ പവർ എന്ന് തന്നെ പറയാം. എല്ലാവരും ഈ ഒരു സിനിമ ആഘോഷിക്കുകയാണ്. തിയേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു നിമിഷം പോലും കസേരയിലിരിക്കാതെ 2-2.5 മണിക്കൂറുള്ള ആർമാദം തന്നെയാണ്. സ്ക്രീനിൻ്റെ മുകളിൽ കയറിയുള്ള നൃത്തച്ചുവടുകൾ എന്ന് വേണ്ട അടിപൊളിയായിട്ട് തകർത്തടിക്കുകയാണ് ഈ രാവണപ്രഭുവിന് ജനങ്ങളെന്ന് തന്നെ പറയാം. ആരും ഒന്ന് കയറിപ്പോകും ഈ സിനിമയ്ക്ക്. കാരണം അത്രത്തോളം വൈബാണ് ആളുകൾ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ ഏത് തലത്തിൽ എന്നുള്ളതല്ല ആരുടെയും ചിന്ത, പക്ഷേ ആഘോഷിക്കാനുള്ള ഒരു അവസരം നൽകുകയാണെങ്കിൽ അത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് റീ റിലീസ് ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുമുള്ളത്. റീ റിലീസ് ചിത്രങ്ങളിൽ പലതും മികച്ചതും മറ്റത് മികവാകാത്തതുമൊക്കെ ഉണ്ടാകാം. പക്ഷേ എടുത്തു പറയാവുന്ന കാര്യം ഇത് തന്നെയാണ്. ആളുകൾ വരുന്നത് എൻജോയ് ചെയ്യാനാണ്. അവർക്ക് എൻജോയ് ചെയ്യാനുള്ള എലിമെൻ്റ് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെയായി അവരെല്ലാം ആർമാദിച്ചോളും എന്നുള്ളതാണ്. അത് തന്നെയാണ് രാവണപ്രഭു ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനിയും തീ പിടിപ്പിക്കാൻ അടുത്ത മോഹൻലാൽ ചിത്രം ഏതായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.